ഗോവയിൽ ഡോക്ടറെ ആരോഗ്യവകുപ്പ് മന്ത്രി പരസ്യമായി ശാസിച്ച സംഭവത്തിൽ മന്ത്രി വിശ്വജിത് റാണയ്ക്ക് അന്ത്യശാസനം നൽകി ഡോക്ടേഴ്സ്. 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലെത്തി നേരിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അവരുടെ മുന്നറിയിപ്പ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ മന്ത്രിയുടെ പെരുമാറ്റം അതിര് കടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പബ്ലിക് സ്ഥലത്ത് ഇത്രയും സീനിയറായ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി മറ്റുള്ള ഈ വൈദ്യസംഘത്തിന് മുന്നിൽ വെച്ച് വളരെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന്, ഞാൻ ഉള്ളിടത്തോളം കാലം ഇദ്ദേഹം കസേരയിൽ ഉണ്ടാകില്ല എന്നൊക്കെ തന്നെ ഈ മന്ത്രി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവസാനം തെറ്റുപറ്റിയെന്നും സമ്മർദ്ദം വന്നപ്പോഴാണ് മന്ത്രി പബ്ലിക് മീഡിയ വഴി മാപ്പ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇയാളെ പാമ്പിന് കൊത്തിയ സ്ഥലത്ത് കൊണ്ടുവരണമെന്ന് പറയുന്നപോലെ അവിടെ വന്ന് മാപ്പ് പറയണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എത്തുമോ ഈ ഡോക്ടർ, അല്ല മന്ത്രി? തീർച്ചയായും എസ് കെ, ഈ ആരോഗ്യമന്ത്രി അന്ന് നടത്തിയ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ്. അത് അതിര് കടന്നുപോയി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ആ തരത്തിലായിരുന്നു ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്ന് മാറി അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. ആ ഡോക്ടർക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. താൻ ഈ എക്സ്കെൻ പറഞ്ഞതുപോലെ താൻ മന്ത്രിയായിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഇവിടെ ജോലി ചെയ്യില്ല എന്ന് വരെ പറഞ്ഞാണ് അവിടെ നിന്ന് പോയത്. പക്ഷേ നമ്മൾ എന്തിനാണ് മന്ത്രി പ്രകോപിതനായത് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് അധികം പ്രശ്നങ്ങൾ ഇതിനു പുറകിലുണ്ട് എന്ന് മനസ്സിലാവുന്നത്. കാരണം മന്ത്രിയുടെ ഒരു സുഹൃത്തിന് അവിടെ ആശുപത്രിയിൽ വെച്ച് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സുഹൃത്ത് അവിടെ പോകുന്നു. പക്ഷേ ഡോക്ടർ ഇത് ഇവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി, ഇതിനൊരു എമർജൻസി മെഡിസിൻ സ്വഭാവം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞതാണ് ഈ ആരോഗ്യമന്ത്രിയെ വിശ്വജിത് റാണയെ പ്രകോപിപ്പിച്ചത്. ഏതായാലും മന്ത്രിക്ക് മേൽ വലിയ സമ്മർദ്ദം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി. ഡോക്ടർമാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഈ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ആശുപത്രിക്ക് അകത്തെത്തി ഇത് ചിത്രീകരിച്ച് അത് പ്രചരിപ്പിക്കുക കൂടി മന്ത്രി ചെയ്തു എന്നതാണ് വിമർശനത്തിൻ്റെ കാഠിന്യം കൂട്ടിയത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഡോക്ടർമാർക്കൊപ്പം നിന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പിന്നാലെ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വിശ്വജിത് റാണെ തൻ്റെ ഉദ്ദേശം ശരിയായിരുന്നു, പക്ഷേ പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോയി എന്ന രീതിയിൽ ഒരു ക്ഷമാപണം അദ്ദേഹം നടത്തി. പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഡോക്ടർമാർ ഇതിൽ തൃപ്തരല്ല. അദ്ദേഹം അവിടെ തന്നെ വന്ന് പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ കാര്യം ഒത്തുതീർപ്പാകൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരവുമായി 24 മണിക്കൂർ കാത്തു നിൽക്കും, പിന്നീട് സമരവുമായി മുന്നോട്ട് പോകും. ഗോവ മെഡിക്കൽ കോളേജിൻ്റെ അടക്കം അവിടുത്തെ സേവനങ്ങൾ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് സമരം ശക്തമാക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്നത്. ഏതായാലും ഇതിന് വിശ്വജിത് റാണെ വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതെങ്കിലും പുതിയ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. എസ് കെ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.